ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫേസ് പാക്കിൻ്റെ ചലഞ്ചുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിൽ വരുന്ന കുത്തുകൾ, കലകൾ, പാടുകൾ, മുഖക്കുരു കലകൾ, മുഖക്കുരു വരുന്നത് തടയാൻ, അതുപോലെ മുറിവ് ഏറ്റ പാടുകൾ, അതുപോലെ പൊള്ളലേറ്റ പാടുകൾ, മുറിക്കലകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടാകുന്ന പാടുകൾ, കലകൾ, ഇതൊക്കെ മായ്ച്ച് കളയാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ആര്യവേപ്പിൻ്റെ ഫേസ് പാക്ക് കേട്ടോ. ഇത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യും വേണം. അതുപോലെ തന്നെ അത് എൻ്റെ ഒരു സ്കിന്നിൽ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല ക്ലിയർ സ്കിന്നിൽ ചെയ്തിട്ട് കാര്യമില്ല. അത്യാവശ്യം പ്രശ്നങ്ങളുള്ള സ്കിന്നിൽ ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അപ്പോൾ അത് ഏതാണ്ട് ഒരു 2 ആഴ്ചയോളം ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് അതിന് ശേഷം ഞാനിത് എങ്ങനെയാണ് ഫേസ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ സ്കിന്നിൽ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വെള്ളം കുടിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വെള്ളം കുടിക്കാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ചില ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എൻ്റെ ഫേസിൽ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു സമയം കിട്ടാറില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഫേസ് ഇത്രയും പ്രശ്നമായത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ ഉള്ളൊരു പ്രയാസപ്പെട്ടിടുമ്പോലെ ആയിരിക്കും ഇപ്പോൾ അത് കാണുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിലെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് വെറും 2 സാധനങ്ങളാണ് കേട്ടോ ആവശ്യമുള്ളത്. ഒന്ന് പച്ചമഞ്ഞളാണ്. നമ്മൾ കറിയിലിടുന്ന മഞ്ഞളിൻ്റെ പച്ചമഞ്ഞളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കസ്തൂരി മഞ്ഞൾ മതിയോ, പിന്നെ സാധാരണ പൊടി മതിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പച്ചമഞ്ഞൾ മാത്രമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലകളാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലകളും ഈ ഒരു പച്ചമഞ്ഞളുമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പച്ചമഞ്ഞൾ എടുക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഒരു 2 കഷ്ണം പച്ചമഞ്ഞൾ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 3 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2ഉം കൂടെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കരുത്. നമ്മുടെ അമ്മിക്കല്ലിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ഇത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജിയോ ചൊറിച്ചിലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന വിഷാംശങ്ങൾ പുറത്തേക്ക് പോവാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ ഫേസിൽ ഒരു പാക്ക് പോലെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ സ്കിന്നിൽ ചെറിയ നീറ്റലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ കണ്ണിലേക്ക് കുറച്ച് നീറ്റൽ വരുന്നതാണ്. കാരണം ഈ ഒരു മഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് നമ്മുടെ കണ്ണിലേക്കും ചെറുതായിട്ട് നീറ്റൽ ഉണ്ടാവുന്നതാണ്. കണ്ണിലൊക്കെ ഇങ്ങനെ നീറുന്നുണ്ടെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വായിലായാൽ ചെറുതായിട്ട് കയ്പ്പുണ്ടാവും. ഇത് വായിലായാലും യാതൊരു പ്രശ്നവുമില്ല. അത് നമ്മൾ ഉള്ളിൽ കഴിക്കാനൊക്കെ എടുക്കുന്ന സാധനമാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ഒക്കെ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ് ഇത് എന്നുള്ളത് ഞാൻ പറയും കേട്ടോ. വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അപ്പം ഇത് നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ഇത്രയും 100% ഉറപ്പിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മുൻപ് എനിക്ക് ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് സമയത്ത് മുഖത്തൊക്കെ ഒരുപാട് കുത്തുകളും കലകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ആര്യവേപ്പും അതുപോലെ മഞ്ഞളും മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത് ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ ഒരു പാടുകളൊക്കെ മാഞ്ഞു പോകും. അതുപോലെ തന്നെ മുഖത്തുള്ള കുത്തുകളും ബോഡിയിലുണ്ടാകുന്നതൊക്കെ മാഞ്ഞു പോകുന്ന കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയതാണിത്. അതുകൊണ്ടാണിത് ഇതിന് ഞാൻ ഇത്രയും ഉറപ്പ് പറയുന്നത് കേട്ടോ.
പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരു 2 ആഴ്ചത്തേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ക്രീമുകളോ കാര്യങ്ങളോ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ചു കൊടുക്കുക. നമ്മൾ മുടിയിൽ ഡൈ ചെയ്യാതിരിക്കുക. ഡൈ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരും. മറ്റ് ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഫേസിൽ കുരുക്കളോ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ സ്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പകലാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റിയത്. രാത്രിയിലേക്ക് വെക്കേണ്ട, പകൽ തന്നെ ഇട്ട് കൊടുക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇട്ട് കൊടുക്കുക. രാത്രി ആവാൻ നിൽക്കണ്ട, അപ്പോൾ അതിന് മുൻപേ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഫേസിലിട്ടിട്ട് നല്ല പോലെ ഇത് മുഖത്ത് ഡ്രൈ ആയതിന് ശേഷം മാത്രം വാഷ് ചെയ്താൽ മതി കേട്ടോ. എത്ര സമയം ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം അത്രയും വെക്കുക. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ആര്യവേപ്പും മഞ്ഞളും അത്ര പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല. അതിന് പൊടിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ ആ ഒരു നീരൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യട്ടോ. അപ്പോൾ ഇതിന് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഞാനിതൊന്ന് വാഷ് ചെയ്യാണ്. അപ്പോൾ അത് ഏതാണ്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രാവിലെയാണ് ചെയ്തത്. എനിക്ക് ഷോപ്പിലേക്ക് പോവും വേണം. അപ്പോൾ ഇനി ഞാനിത് വൈകുന്നേരങ്ങളിലൊന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസം 2 നേരമൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വൈകുന്നേരം ഒന്ന് ചെയ്യണം എന്ന് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് വാഷ് ചെയ്തപ്പോൾ ഉള്ളൊരു ഇതാണിത്, റിസൾട്ടാണിത്. അപ്പോൾ ഇത് നല്ല ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മാറ്റം നമ്മുടെ ഫേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഒരു 2 ആഴ്ച ചെയ്തു വരുമ്പോഴേക്കും നല്ല മാറ്റം നമ്മുടെ ഫേസിലുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടവൽ ഡ്രൈ കൊടുത്തതാണ്. ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് ടവൽ ഡ്രൈ കൊടുത്തതാണ്. അപ്പോൾ നല്ല മാറ്റം തന്നെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴേക്കും നല്ല പോലെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.